കൈമൾ മാഷ് എന്താ ചെയ്തത്? യാത്ര ചെയ്തിട്ട് പണം തരാതിരുന്നോ? അയാളുടെ വിക്രികളൊന്നും പറയാതിരിക്കുന്ന ഭേദം. ചില നേരത്ത് ഓടി വന്ന് ഓട്ടോയിൽ കയറും. എത്തേണ്ട അടുത്ത് എത്തിയാ ഇറങ്ങി ഒരൊറ്റ പോക്ക. പൈസ കിട്ടണമെങ്കിൽ പിന്നെ നമ്മൾ പുറകെ ഓടണം. 30 രൂപയുടെ ഓട്ടോ ഓടിയിട്ട് ചോദിക്കുമ്പോൾ 20 രൂപ തരും. അത് പോരാന്ന് പറഞ്ഞാൽ ഒരൊറ്റ രൂപ തൊട്ടുകൂടി തന്നിട്ട് അത് മതിയെന്ന് പറഞ്ഞ ഒരൊറ്റ നടത്താം. ഇത് പലതവണയായി. അതുകൊണ്ട് ആ കവലയിലെ ഓട്ടോക്കാരെല്ലാം കൂടി തീരുമാനിച്ചിരിക്കുക കൈമൾ മാഷിന് ഓട്ടോയിൽ കയറ്റില്ലാന്ന്. അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? ഗോപിച്ചേട്ടൻ തന്നെ പറ. അതാ ഈയിടെ മാഷ് നടപ്പ് തന്നെ. ഞാനും കരുതി കാര്യം എന്താണെന്ന്. ഇത് ഞങ്ങൾ ഓട്ടോക്കാരുടെ കാര്യം. ആ സുലൈമാന്റെ ചായക്കടയിലേ ഇതിനേക്കാൾ വലിയ കഷ്ടമാണ്. ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോവും. പിന്നെ ചോദിച്ചാ ഞാൻ ചായ കുടിച്ചിട്ടേ ഇല്ലാന്ന് പറയും. ആ കൈമൾ മാഷിന്റെ തരികിടകൾ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക നാട്ടുകാര്. ഇയാൾ എന്തൊക്കെയാ കാണിക്കുന്നേ? എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നേ? മുന്നിൽ വരെ വണ്ടി വരുന്ന കാണാൻ പാടില്ലേ? അതിനിപ്പോ എന്ത് പറ്റി? ഇപ്പൊ മുട്ടിയാനെ. ചേട്ടനിങ്ങനെ ചൂടാകുന്ന എന്തിനാ? മുട്ടിയില്ലല്ലോ. മുട്ടാഞ്ഞാണോ കുറ്റം? മുട്ടാത്തതിനാണോ ഇയാൾ ഇങ്ങനെ ചൂടാകുന്നേ? ഇക്കണക്കിന് മുട്ടിയിരുന്നെങ്കിലോ? കൂടുതൽ ന്യായമൊന്നും പറയണ്ട. വണ്ടി മാറ്റ്. എങ്ങോട്ട് മാറ്റാൻ? ഇവിടെ സൈഡൊന്നുമില്ല. സൈഡില്ലെങ്കിൽ പുറകോട്ട് മാറ്റ്. അതെന്താ? നിങ്ങക്ക് പുറകോട്ട് പോകാൻ പാടില്ലേ? തനിക്കെന്താടാ പുറകോട്ട് പോയാലും പോകാൻ സൗകര്യമില്ല. ഒന്ന് പോയടോ. താൻ പോടോ. ഞാനെന്താ ഉടക്കാൻ നിൽക്കണം? ഉടക്കാണെങ്കിൽ ഉടക്ക്. താൻ സമയം കളയാതെ വണ്ടി എടുത്ത് മാറ്റ്. വണ്ടിയിൽ പാസഞ്ചർ ഉള്ളതാ, അവർക്ക് പോണം. പോകണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ സ്ഥലം ഉണ്ടാക്കി പോയിക്കോന്നേ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? റോഡിന്റെ നടുക്കൊണ്ടൊന്ന് വണ്ടി നിർത്തിയിട്ട് സ്ഥലം ഉണ്ടാക്കി പൊക്കോളാനോ? അയാൾ എന്തായി കാണിക്കുന്നേ? വെറുതെ നേരം പോവാ. കളിക്കാതെ വണ്ടി മാറ്റോ. ചേട്ടൻ പൊക്കോ. ചേട്ടാ എങ്ങനെ പോവാനാ? താൻ വണ്ടി മാറ്റിയാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഗോപി ഇറങ്ങിക്കേ. അവര് വെറുതെ തർക്കിച്ചോണ്ട് നിൽക്കും. നമ്മുടെ സമയം പോകുന്നേ. ഇറങ്ങിക്കേ. എടോ വണ്ടി എടുത്ത് മാറ്റാനല്ലേ തന്നോട് പറഞ്ഞത്? എടോ തനിക്ക് മാറ്റാറിയില്ല, മാറ്റിക്കാനുള്ള വഴി എനിക്കറിയാം. എന്താ ഇവിടെ എന്താ പ്രശ്നം? ഇവര് വണ്ടി മാറ്റുന്നില്ലെന്നേ. ഓരോ മുട്ടാപ്പോക്കും പറഞ്ഞ് നേരം കളയുക. നടു റോഡിൽ വണ്ടി ഇങ്ങനെ ഇട്ടാ ഞങ്ങൾ എങ്ങനെ പോകും? മോർണിംഗ് മാഡം. കൈമളെ ആരാണ്? ആ ടീച്ചറാ അല്ലി. കൈമളെ എന്താ സംഭവിച്ചത്? കൊച്ചമ്മേ, ഇന്ന് ശമ്പളം കൊടുക്കേണ്ട ദിവസമായിരുന്നല്ലോ. അതിന് ബാങ്കിൽ നിന്ന് പണം എടുത്തുകൊണ്ടുവരാൻ ഞാൻ അല്ലി ടീച്ചറിന്റെ കയ്യില് ചെക്ക് കൊടുത്ത് പറഞ്ഞു വിട്ടു. അതെന്തിന് താൻ മറ്റൊരാളെ പറഞ്ഞു വിട്ടത്? സാധാരണ താനല്ലേ പോകാറ്? എനിക്ക് നല്ല സുഖമില്ലായിരുന്നു കൊച്ചമ്മ. അതുകൊണ്ടാ ഞാൻ അല്ലി ടീച്ചറിന് വിട്ടത്. ഒരു കൂട്ടിന് ഗോപിയും വിട്ടിരുന്നു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് അവര് തിരിച്ചു വന്നു. ശമ്പളം കൊടുക്കാൻ വേണ്ടി ഞാൻ ടീച്ചറോട് പണം ചോദിച്ചു. അപ്പൊ ആ ടീച്ചർ പറയാ പണം കാണാനില്ലെന്ന്. കാണുന്നില്ലെന്നോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതാ കൊച്ചമ്മേ ഞാനും ചോദിക്കുന്നത്. കാണാനില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ശമ്പളം കൊടുക്കണ്ടേ? നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചു എന്നുള്ളത് ഉറപ്പാണല്ലോ അല്ലേ? 4 ലക്ഷം രൂപ പിൻവലിച്ചെന്ന് എനിക്ക് ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നു. അതായത് ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു. ഇവിടെ എത്തിയതുമില്ല അല്ലേ? അതെ കൊച്ചമ്മേ. സത്യം പറ, ആ പണം എവിടെ? സ്കൂളിന്റെ അക്കൗണ്ടിൽ നിന്ന് നീ എടുത്ത 4 ലക്ഷം രൂപ എവിടെയെന്ന്? പണവും കൊണ്ട് ഞങ്ങൾ വരുന്ന വഴി ആരും അത് മോഷ്ടിച്ചു. പണം എവിടെയായിരുന്നു നിങ്ങൾ സൂക്ഷിച്ചിരുന്നത്?
എന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ. നിന്റെ കയ്യിലിരുന്ന ബാഗിൽ നിന്ന് ആരോ പണം മോഷ്ടിച്ചു. അത് നീ അറിഞ്ഞില്ല? എന്റെ ടീച്ചറെ, ഈ നുണയൊക്കെ ആര് വിശ്വസിക്കാനാ? കയ്യിലിരുന്ന ബാഗിൽ നിന്ന് ആരോ പണം മോഷ്ടിച്ചു പോലും, എന്നിട്ട് അത് അറിഞ്ഞില്ലത്രേ. എന്റെ ടീച്ചറെ, ആ പണം വല്ല അത്യാവശ്യത്തിന് എടുത്ത് മറിച്ചതാണെങ്കിൽ അതങ്ങ് പറഞ്ഞേക്ക്. നീക്കുപോക്കുള്ള കാര്യല്ലേ? ഞാൻ പറഞ്ഞത് സത്യോ? പണം മോഷണം പോയതാ. മാഡം, ഞാനും കൂട്ടത്തിലുണ്ടായിരുന്നു. ടീച്ചർ അങ്ങനെ പണം എടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. തന്നോട് ഞാൻ ചോദിച്ചില്ലേ? സാക്ഷി വിസ്താരം ഒക്കെ കോടതിയിലുണ്ടാകും. തനിക്ക് പറയാനുള്ളത് അവിടെ പറയാം. നടക്കണേ അങ്ങോട്ട്. ഇങ്ങോട്ട് കയറി വാടി. സാറേ, ഞാനിപ്പോ വരാം. ഒരു മിനിറ്റ്. സാറേ, അതെന്താ കേസ്? എന്താ? അല്ല, എനിക്കറിയാവുന്നവരാ. എന്താ അവരുടെ കേസ്? അത് സ്കൂളിൽ നിന്ന് പണം അടിച്ചു മാറ്റിയതാ. പണം അടിച്ചു മാറ്റിയെന്നോ? അല്ല ടീച്ചറോ? നീ ഇത് എന്തെടുത്തോണ്ടിരിക്കുക? ഒന്നുമില്ല. ഈ ഒന്നുമില്ലായ്മയുടെ കാര്യം ഞാൻ ചോദിച്ചേ. ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ? സാധാരണ ഈ നേരത്ത് സ്കൂളിൽ പോകാൻ വെപ്രാളം കൂട്ടുന്ന നീ ഈ കാപ്പിക്ക് മുന്നിൽ ചടഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ കുറച്ചു കഴിഞ്ഞേ പോകുന്നുള്ളൂ. അതെന്താ? കേസിന്റെ കാര്യം അറിയാൻ സ്റ്റേഷനിൽ പോണം. എന്നിട്ടേ സ്കൂളിൽ പോണുള്ളൂ. പണമോ പോയി. ഇനി അത് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല. അതിന്റെ പുറകെ കേസും കൊണ്ട് നടന്ന് വെറുതെ ഉള്ള ജോലി കൂടി കളയണ്ട. 4 ലക്ഷം രൂപ അങ്ങനെ വെറുതെ കളയാൻ പറ്റുന്ന തുകയാണോ അമ്മേ? അത് നീ കൊണ്ടുപോയി കളഞ്ഞപ്പോ ആലോചിക്കണായിരുന്നു. അമ്മയുടെ വർത്താനം കേട്ടാ തോന്നും ഞാനത് മനഃപൂർവ്വം എടുത്തോണ്ട് പോയി കളഞ്ഞതാണെന്ന്. മനഃപൂർവ്വം അല്ലായിരിക്കാം. എന്നാലും നിന്റെ ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ടല്ലോ. ഇത്രയും വലിയൊരു തുകയാ കയ്യിലിരിക്കുന്നതെന്ന് ഓർക്കണ്ടേ? ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പോയത് പോയി. എന്തായാലും ഞാനത് വിട്ടുകളയാനൊന്നും പോകുന്നില്ല. ആരാ അതിന്റെ പിന്നിലെന്ന് എനിക്കറിയണം. എന്നിട്ട് വേണം നിനക്ക് അതിന്റെ പേരിൽ അടുത്ത ഗുലുമാൽ ഒപ്പിക്കാൻ. നീ എഴുന്നിട്ട് സ്കൂളിൽ പോകാൻ നോക്കുവേണേ. അമ്മേ, ആ ശ്രീറാം സാറിന്റെ പണം കൊടുക്കണ്ടേ അമ്മേ? കൊടുക്കണം. പക്ഷെ അതിന് പണം എവിടെ? നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടാക്കി കൊടുത്തേക്ക്. എന്റെ കയ്യിൽ എവിടുന്ന അമ്മേ? അമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? പണമില്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കേ. ആ പണം കൊടുക്കാൻ എന്താ വഴിയെന്നല്ലേ ആലോചിക്കുന്നേ? അച്ഛനെവിടെ? ദേ, നീ ഇനി ഇതും പറഞ്ഞോണ്ടി എന്ന് അച്ഛന്റെ മനസ്സമാധാനം കളയണ്ട. ഇപ്പൊ തന്നെ ജോലി പോയതിന്റെ വിഷമത്തിൽ നടക്കുക. അതിനിടയില് നീ ഇതും കൂടി പറഞ്ഞ പിന്നെ ആദ്യം പിടിക്കാൻ വേറൊന്നും വേണ്ട. എന്ന് കരുതി ആ 4 ലക്ഷം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് എന്താ ഒരു ചൂടില്ലാത്തെ? ഞാൻ ചൂടായിട്ട് എന്താ കാര്യം? അടുക്കളയിലെ നോട്ട് കെട്ട് ഞാനിങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുക. നീ വേണമെങ്കിൽ അതിൽ നിന്ന് വേണ്ടത്ര എടുത്തോണ്ട് പോയി കൊടുക്ക്. എനിക്കൊരു വിരോധമില്ല. അമ്മയുടെ കയ്യിലുണ്ടെന്നല്ല, ആ പണം കൊടുക്കാൻ ഒരു വഴി കണ്ടെത്തണമല്ലോ എന്ന് പറഞ്ഞതാ. അത് കൊടുക്കല്ലേ? ഇടിപിടിന്ന് പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ അത് നടക്കൂ? ചെറിയ തുകയൊന്നും അല്ലല്ലോ. വലിയ തുകയായതുകൊണ്ടാ വിഷമം. നീ തിരക്ക് കൂട്ടാതെ സാവധാനം തിരിച്ചു കൊടുത്താൽ മതിയെന്ന് ശ്രീസാറ് തന്നെ പറഞ്ഞല്ലേ. പിന്നെ നീ എന്തിനാ വെപ്രാളപ്പെടുന്നത്? എന്നാലും എനിക്കൊരു മടി. ആ കടം എത്രയും പെട്ടെന്ന് വീട്ടണമെന്നൊരു തോന്നല്. തോന്നിയതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. പണത്തിന് പണം വേണ്ടേ? നീ ഇങ്ങനെ തല പുകച്ചിട്ടുന്ന ഒരു കാര്യമില്ല. എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി സ്കൂളിൽ പോവാൻ നോക്ക്. ബാങ്കിൽ നിന്ന് ടീച്ചർ കൊണ്ടുവരുന്ന പണം വഴിക്ക് വെച്ച് തട്ടിയെടുക്കാനുള്ള ജോലി അവനേൽപ്പിച്ചത് ഒരു സ്ത്രീയാണത്രേ. അതാരാ? ഒരു ഗംഗ.